ഈ ലോകത്ത് നമ്മളെ എത്രയൊക്കെ ആരൊക്കെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും അമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ അത് മാത്രമേ ഉള്ളൂ. നമ്മളെ ചീത്ത പറയാനും അതിനേക്കാൾ ഏറെ സ്നേഹിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനും അമ്മയ്ക്ക് കഴിയും. സോ അതുപോലെയുള്ള ഒരു അമ്മയുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തന്റെ മക്കളെ തന്നെക്കാൾ ഏറെ സ്നേഹിക്കുകയും ഏതൊരു പ്രതിസന്ധി ഘട്ടവും പുഞ്ചിരിയോടെ നേരിടുന്ന ഒരമ്മയുടെ കഥ. 2012 മാമുറു ഹൊസോഡയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ വോൾഫ് ചിൽഡ്രൻ. കഥയുടെ തുടക്കത്തിൽ ഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായ ഹനയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന ഹനയ്ക്ക് ഫീസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അവൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ പാർട്ട് ടൈം ആയിട്ട് ഹന ജോലി ചെയ്യുന്നുണ്ട്. അതായത് ജീവിക്കാനുള്ള വരുമാനം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് കണ്ടെത്തണം. അവളെ ഒന്ന് സഹായിക്കാനോ കൂടെ നിന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഹനയ്ക്ക് ആകെയുള്ള ഒരു കൂട്ടെന്ന് പറയുന്നത് ബുക്സിനോടാണ്. അതങ്ങനെയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത ആൾക്കാരുടെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. ചുറ്റിനുള്ള കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തും. അങ്ങനെയാണ് ഇപ്പൊ ഹനയുടെ കാര്യവും. അങ്ങനെ ഹന ഒരു ദിവസം അവളുടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവളുടെ ക്ലാസ്സിൽ ഇതുവരെ കാണാത്തൊരു പയ്യനെ അവൾ കണ്ടു. അവന്റെ കയ്യിലാണെങ്കിൽ ടെക്സ്റ്റോ നോട്ട്സോ ഒന്നുമില്ല. പക്ഷെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ക്ലാസ് വിട്ട് പോകുന്ന സമയത്ത് അവൻ മാത്രം അറ്റൻഡൻസ് വെക്കാതെ വേറൊരു വഴിയിലൂടെ മാറിപ്പോകുന്നു. അത് കാണുന്ന ഹന അവന്റെ പുറകിലൂടെ പോയി, നിങ്ങൾ ആരാ, എന്തിനാ നിങ്ങൾ അറ്റൻഡൻസ് വെക്കാതിരുന്നേ? അതിന് അവൻ പറയുന്നത്, ഞാൻ ഈ കോളേജിലുള്ള ആളൊന്നുമല്ല, ഞാൻ വെറുതെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാ, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കോളേജ് വിട്ട് പോകുന്നതിന് മുന്നേ അവന്റെ പുറകെ ഹന ഓടിച്ചെന്ന്, ഹേയ് നിങ്ങൾ സ്റ്റുഡന്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ എങ്ങനെ ക്ലാസ് മനസ്സിലാക്കും? അതുകൊണ്ട് നാളെ മുതൽ ഞാൻ എന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ ഹന പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹന അവളുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു ഡ്രസ്സ് എടുത്തിരുന്നു. എന്നും സാധാ ഡ്രസ്സൊക്കെ ഇട്ട് കോളേജിൽ പോകുന്ന ഹന ഇന്ന് തരാൻ കാരണം അവൾക്ക് ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഹന നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. ഹന ക്ലാസ്സിലെത്തി കുറെ നേരമായിട്ടും അവൻ വന്നില്ല. അവൾ അവന് വേണ്ടി കുറെ നേരം കാത്തിരിക്കുന്നു. അവസാനം ഓടിപ്പിടിച്ച് അവൻ ക്ലാസ്സിലേക്ക് കയറി. ഇന്നലെ പറഞ്ഞതുപോലെ അവൾ അവളുടെ ബുക്കും ഷെയർ ചെയ്യുന്നു. ശേഷം കോളേജ് കഴിഞ്ഞ് അവർ രണ്ടുപേരും ലൈബ്രറിയിലേക്ക് പോയി. അവിടുന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ അവളോട് ചോദിക്കും, നിനക്ക് ആരെയും ഹാന എന്ന് പേര് വെച്ചത്? ഞാൻ ജനിച്ചപ്പോൾ എന്റെ വീടിന്റെ പുറകിൽ കുറെ പൂക്കൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആരും അവിടെ കൊണ്ടേ നട്ടതല്ല, അത് തനിയെ ഉണ്ടായതാണ്. അത് കണ്ടപ്പോഴാണ് എന്റെ അച്ഛന് ഹാന എന്ന പേര് ഓർമ്മ വന്നത്. ഞാൻ എപ്പോഴും പൂക്കളെ പോലെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എന്റെ അച്ഛൻ ആഗ്രഹിച്ചു. ഏതൊരു പ്രശ്നത്തെയും ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാന്ന് എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. അച്ഛൻ മരിച്ചപ്പോഴും അതിനുശേഷവും ഞാൻ ഒരുപാട് ചിരിച്ചു. അത് കണ്ട് എന്നോട് ഒരുപാട് പേര് അത് ശരിയില്ല, തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയെന്ന്, അല്ലേ എന്നൊക്കെ ഹാൻ അവനോട് പറയുമ്പോൾ, ഹേയ് ഒരിക്കലുമില്ല, അതൊന്നൊരു തെറ്റല്ല എന്ന് അവൻ തിരിച്ചു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. പിന്നീട് അവർ ഓരോ ദിവസവും കാണാനും സംസാരിക്കാനും തുടങ്ങി. പയ്യെ പയ്യെ അവരുടെ ആ ഒരു സംസാരം അവരെ കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെ ഒരു ക്രിസ്മസ് ദിവസം ഹാന അവനെ കാണാൻ വേണ്ടി അവൻ എന്നും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിന്നു. കുറെ നേരം അവൾ അവനെ നോക്കി നിന്നു. എന്നിട്ടും അവൻ വന്നില്ല. സമയം അങ്ങനെ പോകുന്നതിനനുസരിച്ച് സ്ട്രീറ്റിലുള്ള എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ആ സ്ട്രീറ്റിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷെ ഹാന ഇപ്പോഴും അവൻ വരുന്നത് വരെ അവിടെ കാത്തിരുന്നു. അവസാനം അവൻ അവിടേക്ക് വന്ന് ഹാനയോട് സോറി പറയും. പക്ഷെ ഇത്രയും നേരം കാത്തിരുന്നിട്ടും ഒരു ദേഷ്യം പോലും ഇല്ലാതെ ഹാന അവനെ നോക്കിച്ചിരിക്കുന്നു. ഇപ്പൊ അവൻ ഹാനയെ ആൾക്കാരൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് പറയും, ഞാൻ ഇതിനു മുന്നേ ഇതാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. എനിക്ക് പേടിയായിരുന്നു ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ, അവരെന്നെ വെറുക്കുമോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് ഞാൻ ആ രഹസ്യം നിന്നോട് പറയാൻ പോവാ, നീ കണ്ണടയ്ക്ക്. അവൻ പറഞ്ഞത് കേട്ട് ഹാന കണ്ണടച്ചതും അവനൊരു വോൾഫായിട്ട് മാറി. നോക്ക് ഹാന, ഞാനൊരു വോൾഫാണ്, നിനക്കെന്നെ കാണുമ്പോൾ പേടിയാവുന്നില്ലേ? അതിന് ഹാന, ഇല്ല എനിക്ക് പേടിയാവുന്നില്ല, കാരണം ഇത് നീയാണ്. അങ്ങനെ ആ രാത്രി അവർ കൂടുതൽ ഒന്നിച്ചു. പിന്നീട് അവർ പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഹാന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. കാരണം അവളിപ്പോ പ്രഗ്നന്റ് ആണ്. എന്നിട്ട് ഹാന കുട്ടിയുടെ വളർച്ച എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പക്ഷെ അകത്തേക്ക് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവളുടെ ഉള്ളിലുള്ളത് ഒരു വോൾഫിന്റെ കുട്ടിയാണെന്ന് അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അവൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തിയ ഹാനയെ പിന്നീട് നോക്കുന്നത് വോൾഫ്മാൻ ആണ്. അവന് ജോലിയില്ലാത്ത സമയം മുഴുവൻ അവന് ഹാനയെ നോക്കും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. അവസാനം ആ അപ്പാർട്ട്മെന്റിൽ വെച്ച് ഹാന ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകും. അവൾക്ക് അവര് യൂക്കി എന്ന് പേരിട്ടു. ഇപ്പൊ അവരുടെ കുടുംബത്തില് 3 ആൾക്കാരായതുകൊണ്ട് ചിലവ് ഒരുപാട് കൂടും. അതുകൊണ്ട് വോൾഫ്മാൻ അവൻ ആദ്യം ചെയ്ത ജോലി രാജിവെച്ച് പുതിയൊരു ജോലിക്ക് പോയി ചേരും. പക്ഷെ അവിടെ അവൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നവരുടെ ഫാമിലിയിലേക്ക് ഒരു വർഷം കഴിഞ്ഞ് ഒരു ആൺകുട്ടിയോട് ജനിക്കുന്നു. അവന്റെ പേരാണ് ആമെ. ആമെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി വോൾഫ്മാൻ മരിക്കുന്നു. ഈ ഒരു വിവരം അറിയുന്ന ഹാന തകർന്നുപോയി. പക്ഷെ ഇനിയുള്ള കാലം അങ്ങോട്ട് അവരുടെ മക്കളെ വളർത്തി വലുതാക്കാൻ ഹാന തീരുമാനിച്ചു. അത് തന്നെയായിരുന്നു വോൾഫ്മാന്റെ ആഗ്രഹം. അങ്ങനെ ഹാന അവളുടെ കയ്യിലുള്ള കുറച്ചൊക്കെ സേവിങ്സ് ഉപയോഗിച്ച് മക്കളെ വളർത്തുന്നു. പക്ഷെ വളർന്നു വരുന്ന യൂക്കി ഒരു കൺട്രോളും ഇല്ലാതെ വോൾഫായി മാറാൻ തുടങ്ങി. അവൾക്കൊരു സന്തോഷമോ സങ്കടമോ എന്ത് വന്നാലും അവൾ വോൾഫായിട്ട് മാറും. വോൾഫായിട്ട് മാറുന്ന യൂക്കി ഒരുപാട് വികൃതി കാണിക്കും. അതൊന്നും ഹാനയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പതിയെ പതിയെ ആമെ ഒരു വോൾഫായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ചേർന്ന് വീട് ആകെ മൊത്തം അലങ്കോലാക്കി വെക്കും. പക്ഷെ ഇതൊക്കെ കാണുന്ന ഹാന തന്റെ മക്കളൊന്നും വഴക്ക് പോലും പറയില്ല. അങ്ങനെ ഹാന ബുക്കൊക്കെ വായിച്ച് മക്കളെ എങ്ങനെ വളർത്തണം, അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു പഠിക്കുന്നു. അവർക്കൊരു അസുഖം വന്നാൽ പോലും ഹാനയ്ക്ക് അവരെ സാധാ ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകേണ്ടത് അതോ മൃഗങ്ങളെ നോക്കുന്ന ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ ഹാന ഒരുപാട് കഷ്ടപ്പെടുന്നു. അങ്ങനെ പോകെ പോകെ പ്രശ്നങ്ങൾ ഒരുപാട് വഷളാവാൻ തുടങ്ങി. കൺട്രോൾ ഇല്ലാതെ വോൾഫാൻ തുടങ്ങിയ യൂക്കിയും ആമയും
ഹാനയും വീട്ടിൽ നിന്ന് ഒച്ച ഉണ്ടാക്കുമ്പോൾ അവിടെ അയൽവാസികൾ വന്ന് നിങ്ങൾക്കെന്താ മര്യാദയില്ലേ, നിങ്ങളെന്താ മൃഗങ്ങളെ വളർത്തുന്നുണ്ടോ, എന്ന് രാത്രിയാകുമ്പോൾ ഇവറ്റങ്ങളുടെ ഒച്ച കേട്ട് ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നിങ്ങനെ അവർ രണ്ട് ചെറിയ കുട്ടികളാണെന്ന് പോലും നോക്കാതെ മോശമായിട്ട് പെരുമാറുന്നു. അതുകൂടാതെ ചൈൽഡ് വെൽഫെയറിന്റെ ആൾക്കാർ വന്ന് നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ, അവർക്ക് ഇഞ്ചക്ഷൻ വെച്ചതാണോ, ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഹാനയെ ബുദ്ധിമുട്ടിക്കും. ഇനി ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഹാന അവളുടെ അപ്പാർട്ട്മെന്റ് ഒക്കെ വിറ്റ് പണ്ട് വോൾഫ്മാൻ താമസിച്ചു എന്ന് പറഞ്ഞ് അവൾക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു വീട് വാങ്ങി ഇവരവിടേക്ക് താമസിക്കാൻ വേണ്ടി പോകുന്നു. അതൊരു പഴയ വീടായതുകൊണ്ട് ആ വീടിന് ഒരുപാട് ഡാമേജ് ഉണ്ട്. പക്ഷെ ഹാന മക്കളെ നോക്കുന്നതിന്റെ കൂടെ ആ വീടും പതിയെ പതിയെ ശരിയാക്കി വരുന്നു. ഇപ്പൊ ഹാന അവളുടെ കയ്യിലുള്ള സേവിങ്സ് ഒക്കെ തീരാറായെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയുള്ള വില്ലേജേഴ്സിനെ പോലെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൾ ഒരുപാട് ബുക്ക് വാങ്ങി പഠിച്ച് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ഒരുപാട് കഷ്ടപ്പെട്ട് നന്നാക്കി അവിടെ കൃഷി ചെയ്യുന്നു. പക്ഷെ കുറെ കഴിയുമ്പോൾ അവളുടെ കൃഷി മുഴുവൻ എന്തോ കാരണം കൊണ്ട് നശിച്ചു പോകും. ഇങ്ങനെ ഹാന കൃഷി ചെയ്യുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആ നാട്ടിലുള്ള നിറാസാക്കി എന്ന് പറയുന്ന ഒരു അപ്പൂപ്പൻ അവൾക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആദ്യമൊക്കെ ഹാന അവിടേക്ക് വന്നപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ നിറാസാക്കി അപ്പൂപ്പൻ മാത്രം അവളെ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം പുറത്തെല്ലാവരോടും പെരുമാറുന്നത് വളരെ ദേഷ്യത്തിലൊക്കെ ആണെങ്കിലും ആളൊരു പാവമായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഹാനയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും വളരെ ദേഷ്യത്തോടെ അങ്ങോട്ട് ചെയ്യ് ഇങ്ങോട്ട് ചെയ്യ്, അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിലാണ് പറയുന്നത്. പക്ഷെ ഹാന ആ ദേഷ്യമൊന്നും കാര്യമാക്കാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യുന്നു. ഇപ്പൊ നിറാസാക്കി അപ്പൂപ്പൻ അവളെ സഹായിക്കുന്നത് കൊണ്ട് പതിയെ പതിയെ ആ നാട്ടിലുള്ള എല്ലാവരും അവളെ സഹായിക്കാൻ തുടങ്ങി. അതുപോലെ ഹാന ചെയ്ത കൃഷിക്ക് നല്ല വിളവ് കിട്ടി. അതുകൊണ്ട് അവളെ സഹായിച്ച എല്ലാവർക്കും അവൾ ഓരോ ചാക്ക് പൊട്ടറ്റോ കൊടുക്കുന്നു. അതുപോലെ അവർക്ക് കിട്ടിയ വിളവ് ഹാനയ്ക്കും കൊടുത്തു. ഇനി വരാൻ പോകുന്നത് വിന്റർ ആയതുകൊണ്ട് അവർക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങാനോ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന വിളവൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ഹാനയും അവൾക്ക് കിട്ടിയ വിളവെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ അവളുടെ ഫ്രിഡ്ജിന് അത്രയും സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വലുപ്പമില്ല. ഇത് മനസ്സിലാക്കി രണ്ടുപേര് അവൾക്കൊരു വലിയ ഫ്രിഡ്ജ് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൾ അറിയാതെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് നിറാസാക്കി അപ്പൂപ്പനാണ്. പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന ഹാന അവൾക്ക് വേണ്ടി ചെയ്ത എല്ലാ സഹായത്തിനും അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ശേഷം വീട്ടിലേക്ക് എത്തുന്ന ഹാന വോൾഫ്മാന്റെ ഫോട്ടോയിൽ നോക്കി ഈ നാട്ടിലേക്ക് വരാൻ അവളുടെ അടുത്ത തീരുമാനം എന്തുകൊണ്ട് നല്ലതായിരുന്നു എന്ന് ആലോചിച്ച് അവൾ സന്തോഷിക്കുന്നു. അതിനുശേഷം ആ നാട്ടിൽ വിന്റർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹാന കുട്ടികളെയും വിളിച്ച് ഒരു കാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച ഒരു മഞ്ഞിന് നല്ല സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമ ഒരു കിളിയെ കണ്ടിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ വെള്ളത്തിലേക്ക് വീഴും. ആ ഒരു സമയത്ത് യൂക്കി വെള്ളത്തിലേക്ക് ചാടി ആമയെ രക്ഷിക്കുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം ആമ ഒരുപാട് മാറി. അവനെന്തോ ധൈര്യം കൂടിയതുപോലെയായി. അല്ലാത്ത സമയത്തൊക്കെ അമ്മയില്ലാത്തപ്പോൾ കരയുന്നവൻ പിന്നീട് അങ്ങോട്ട് ഒരുപാട് മാറി. ശേഷം ഒരു വർഷം കടന്നു പോകുന്നു. ഇപ്പൊ യൂക്കി അവൾക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഹാനയോട് വാശി പിടിക്കും. ആദ്യമൊന്നും ഹാന അതിന് സമ്മതിക്കില്ലെങ്കിലും യൂക്കി ഒരുപാട് വാശി പിടിക്കുമ്പോൾ ഹാന സമ്മതിക്കും. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സ്കൂളിൽ വെച്ച് ഒരിക്കലും വോൾഫ് ആവാൻ പാടില്ല, അതുപോലെ വോൾഫായിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ പേടിപ്പിക്കാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ച് യൂക്കി സ്കൂളിലേക്ക് നല്ല കുട്ടിയായി പോകുന്നു. പക്ഷെ സ്കൂളിൽ അവളുടെ പെരുമാറ്റം ബാക്കിയുള്ള കുട്ടികളെക്കാട്ടിലും വ്യത്യാസമായതുകൊണ്ട് മറ്റു കുട്ടികളൊന്നും അവളോട് കൂട്ടുകൂടില്ല. പക്ഷെ പതിയെ പതിയെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നു. അവൾ എല്ലാ കുട്ടികളോടും നല്ലതുപോലെ പെരുമാറും. അങ്ങനെ യൂക്കിക്ക് സ്കൂളിൽ പോകുന്നതാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ആമയും സ്കൂളിലേക്ക് പോകുന്നു. പക്ഷെ അവന് യൂക്കിയുടേതുപോലെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് സ്കൂളിലേക്ക് പോകുന്ന തന്നെ ഇഷ്ടമില്ലാതായി. എന്നാലും ഒരു 3 വർഷം ആമ അവിടെ പഠിക്കുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം ഹാന ആമയും കൊണ്ട് ഒരു സൂവിലേക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് പോകുന്നു. അവിടെ വെച്ച് അവരൊരു റിയൽ വോൾഫിനെ കാണും. അതിനെ കാണുന്ന ഹാന തന്റെ ഭർത്താവിനെ പോലെ രൂപം മാറുന്ന ഒരു വോൾഫാണെന്ന് കരുതി എന്റെ മക്കളും ഒരു വോൾഫാണ്, ഇവരെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഇവരുടെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനം എടുക്കണമെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് ദയവേത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഇങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന വോൾഫ് അവരെ തുറച്ചു നോക്കുന്നതല്ലാതെ ഒന്നും പറയില്ല. കാരണം അതൊരു സാധാ വോൾഫാണ്. ശേഷം ഹാനയ്ക്ക് ആ സൂവിൽ നല്ലൊരു ജോലി കിട്ടി. എന്നിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് ആമയുടെ ചിന്ത മുഴുവനും ആ ഒരു വോൾഫിനെ പറ്റിയായിരുന്നു. ശേഷം ദിവസങ്ങൾ കടന്നു പോകുന്നു. ആമ ഇപ്പൊ സ്കൂളിലേക്കൊന്നും പോകുന്നില്ല. അവൻ രാവിലെ എണീറ്റ നേരെ കാട്ടിലേക്ക് പോകും. അങ്ങനെ അവന്റെ മുഴുവൻ ദിവസവും അവൻ ആ കാട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ യുകിയുടെ സ്കൂളിൽ സോഹ എന്ന് പറയുന്ന ഒരു പയ്യൻ മറ്റേത് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു ചേരുന്നു. അവൻ വന്നുടനെ തന്നെ വളരെ പെട്ടെന്ന് എല്ലാ കുട്ടികളോടും സംസാരിച്ച് അവരൊക്കെ അവന്റെ ഫ്രണ്ട്സ് ആവുന്നു. ശേഷം അവൻ യുകിയോട് സംസാരിക്കുമ്പോൾ നിന്റെ വീട്ടില് ഡോഗ്സിനെയൊക്കെ വളർത്തുന്നുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? പക്ഷെ നിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഡോഗിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് സോഹെ ആ കാര്യം ബാക്കിയുള്ള കുട്ടികളോടും പറയുന്നു. അതുകൊണ്ട് അന്ന് മുതൽ യുകി സോഹയെ എന്നും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. യുകി അങ്ങനെ മിണ്ടാതായതുകൊണ്ട് സോഹ അവളുടെ പുറകെ ചെന്ന് നീ എന്താ എന്നോട് മിണ്ടാത്തത്? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് നീ എന്നോട് മിണ്ടാത്തത് എന്ന് പറഞ്ഞ് സോഹ അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങി. പക്ഷെ ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു വഴിയില്ലാതെ യുകി വോൾഫായി മാറിയിട്ട് സോഹയെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ സോഹയുടെ ചെവി മുറിഞ്ഞ് കുറെ ചോര വരാൻ തുടങ്ങി. ഈ വിവരം അറിഞ്ഞ് സോഹയുടെ അമ്മ വന്നു. അതുപോലെ ഹാനയെയും വിളിച്ചു വരുത്തി. അവിടേക്ക് എത്തുന്ന ഹാനയെ സോഹയുടെ അമ്മ ഒരുപാട് ചീത്ത പറയും. നിങ്ങൾക്ക് മര്യാദയില്ലേ? നിങ്ങൾക്ക് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് നോക്ക്, എന്റെ മോന്റെ ചെവിയിൽ നിന്ന് ഒരുപാട് ചോര പോയി, ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറയും. എന്നിട്ട് ഹാന ഇത് നീയാണ് ചെയ്തതെങ്കിൽ സോറി പറയാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ സോഹ ഇത് അവളല്ല ചെയ്തത്, ഒരു വോൾഫാണ്. സോഹ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യങ്ങളൊക്കെ സോൾവ് ആയി. അങ്ങനെ കാറിലിരിക്കുന്ന യുകി ഹാനയോട് പറയും ഞാനാണ് ഇതൊക്കെ ചെയ്തത്, ഇനി ഞാൻ ഒരിക്കലും സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് യുകി പൊട്ടിക്കരയുന്നു. അതിനുശേഷം പിന്നെ യുകി സ്കൂളിലേക്കേ പോയിട്ടില്ല. പക്ഷെ സോഹ എന്നും അവളുടെ വീട്ടിലേക്ക് വന്ന് അവൾക്ക് വേണ്ടിയുള്ള ഹോംവർക്ക്, അവൾക്ക് ഓരോ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് അവൻ ഓരോ ദിവസവും അവളുടെ വീട്ടിൽ വെച്ചിട്ട് വരും. യുകി സ്കൂളിലേക്ക് പോവാതിരിക്കാൻ ഒരു കാരണം സോഹയാണ്. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും
സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവന് ഇതൊക്കെ ചെയ്തത്. ഇത് മനസ്സിലാക്കുന്ന ഹാന പിറ്റേ ദിവസം അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് സോഹയുണ്ട്. ഞാൻ കാരണമല്ല നീ സ്കൂളിലേക്ക് വരാത്തത്, ഇങ്ങോട്ട് നോക്ക്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് സോഹെ അവന് പറ്റിയ മുറിവ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ യൂക്കി പറയും ഞാനല്ലേ അന്ന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അത് കേൾക്കുന്ന സോഹെ അല്ല, അതൊരു വോൾഫായിട്ട് തന്നെ ഇരിക്കട്ടെ, ഞാൻ നിന്റെ രഹസ്യം ആരോടും പറയില്ല എന്ന് സോഹെ പറയുമ്പോൾ അന്നു മുതൽ അവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെ ആണെങ്കിലും ആമയെ മാത്രം കാട്ടിലേക്ക് പോകുന്നു. അവന് കാട്ടില് ഒരു വോൾഫ് സെൻസയെ കിട്ടുന്നു. സെൻസെ എന്ന് പറഞ്ഞ ടീച്ചർ. സോ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രായമായിട്ടുള്ള ഒരു വോൾഫ് ആ കാട്ടിലുണ്ട്. അവനിങ്ങനെ ഇതുപോലെ ഒരു സെൻസയെ കിട്ടിയെന്ന കാര്യം ഹാനയോട് വന്ന് പറയുമ്പോൾ ഒരു ദിവസം ഹാനയും അവന് ചേർന്ന് സെൻസയെ കാണാൻ വേണ്ടി പോകുന്നു. എന്റെ മകന് ഈ കാടിനെ പറ്റിയുള്ള കാര്യങ്ങളും അവന് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ഹാന സെൻസയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം ആമെ സെൻസയുടെ കൂടെ പോയി കാട്ടിലെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. അവൻ കാട്ടിലിരിക്കുമ്പോഴാണ് അവന് കൂടുതൽ കോൺഫിഡൻസും ഒരുപാട് സന്തോഷവും കിട്ടുന്നത്. അതിനുശേഷം രാത്രി ആമ യൂക്കിയോട് കാടിനെ പറ്റിയും അവന് കിട്ടിയ സെൻസയെ പറ്റിയും എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവളോടും കാട്ടിലേക്ക് വരാൻ പറയുന്നു. പക്ഷെ യൂക്കിക്ക് സ്കൂളിൽ പോകുന്നതും മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്നതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ആമ പറയുന്നത് നീ നിന്റെ ഐഡന്റിറ്റി ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല, നീയും എന്റെ കൂടെ കാട്ടിലേക്ക് വരണം, നമ്മൾ വോൾഫാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു സംസാരം ഒരു വഴക്കിലേക്ക് വരുന്നു. അങ്ങനെ പതിയെ പതിയെ വഴക്കൊരു അടിയായിട്ട് മാറി. അവരിങ്ങനെ തല്ലുകൂടുന്നത് കണ്ട് ഹാനയ്ക്കൊന്നും നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. കാരണം രണ്ട് വോൾഫ് തല്ലുകൂടുമ്പോൾ ഒരു മനുഷ്യനായിട്ടുള്ള ഹാനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം കുറെ ദിവസം കടന്നുപോയി. ആമെ പഴയതുപോലെ കാട്ടിലേക്ക് പോകാറുണ്ട്, സെൻസയെ കാണാറുണ്ട്. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആമെ ഹാനയോട് പറയും സെൻസയ്ക്ക് ഒരുപാട് അപകടം പറ്റി, അദ്ദേഹത്തിന് ഇനി പഴയതുപോലെ കാട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം ഞാനാണ് ഇനി കാട് സംരക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മേ ഞാൻ ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ഇത് കേൾക്കുന്ന ഹാന പെട്ടെന്ന് ഷോക്കായി. കാരണം തന്റെ സ്വന്തം മകൻ ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരില്ല, അവൻ കാട്ടിലേക്ക് പോവാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വന്തം അമ്മയ്ക്ക് എത്രമാത്രം വിഷമുണ്ടാവും. അതാണ് ഇപ്പൊ ഹാനയ്ക്ക് വരുന്നത്. ഹാന എന്നിട്ട് ആമയോട് പറയും നീ ഇനി എങ്ങോട്ടും പോകണ്ട, എന്നെ സഹായിച്ച് ഇവിടെ ഇരുന്നാൽ മതി. അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട് ആമ കുറച്ചു ദിവസം അവളെ സഹായിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കുറെ കാലമൊന്നും അവനങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കനത്ത മഴയുള്ള ദിവസം ആമ ആ വീട് വിട്ടു പോകുന്നു. ആമ പോകുന്നത് കണ്ട് ഹാനയും അവന്റെ പുറകെ പോകുന്നു. ഈ ഒരു സമയത്ത് കനത്ത മഴയും കാറ്റിനെയും തുടർന്ന് യൂക്കിയുടെ സ്കൂൾ നേരത്തെ വിട്ടു. ഇപ്പൊ ബാക്കിയുള്ള കുട്ടികളുടെ അച്ഛനമ്മയും വന്ന് അവരെ കൊണ്ടുപോകുന്നത് കണ്ട് യൂക്കിയും അവളുടെ അമ്മ വന്ന് അവളെ കൊണ്ടുപോകുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷെ കുറെ നേരമായിട്ടും അവളുടെ അമ്മ വരാത്തത് കൊണ്ട് സോഹെ അവളുടെ കൂടെ ഒരു കൂട്ടിനിരിക്കും. ഇതേ സമയത്ത് ഹാന ആമയെ തേടി കാട്ടിലേക്ക് കയറി. അവിടെ വെച്ച് മരങ്ങൾക്കിടയിൽ ഒരു കരടിയെ കാണുമ്പോൾ അത് ആമയാണെന്ന് കരുതി ഹാന അതിന്റെ അടുത്തേക്ക് ഓടിച്ചിരുന്നു. പക്ഷെ അതൊരു കരടിയാണെന്ന് മനസ്സിലാക്കുന്ന ഹാന ആമയെ അന്വേഷിച്ച് വീണ്ടും ആ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മരത്തിൽ അവളുടെ കാല് തട്ടി കുഴിയിലേക്ക് വീണ് അവളുടെ ബോധം പോകുന്നു. കുറെ സമയം ഹാന അവിടെ ബോധമില്ലാതെ കടന്നു. പക്ഷെ വൈകാതെ തന്നെ അവിടേക്ക് എത്തിയ ആമെ തന്റെ അമ്മയെ അവിടെ നിന്ന് എടുത്ത് ഒരു റോഡിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് തിരിഞ്ഞു നടക്കുന്നു. ഇപ്പൊ കണ്ണു തുറക്കുന്ന ഹാന ആമേ നീ പോവരുത്, നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നീ പോവുകയാണല്ലേ എന്നൊക്കെ ഹാന പറയുന്നത് കേട്ടിട്ടും ആമയൊന്നും മിണ്ടാതെ തിരിഞ്ഞ് കാട്ടിലേക്ക് ഓടി. അവിടെയുള്ള ഒരു ഉയർന്ന പാറയുടെ മുകളിലേക്ക് കയറി നിന്ന് ഒരു വോൾഫിനെ പോലെ കൂവുന്നു. അത് കേൾക്കുന്ന ഹാനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അങ്ങനെ ആമയെ തന്റെ സ്വന്തം അമ്മയെ അവസാനമായിട്ട് നോക്കിയിട്ട് കാട്ടിലേക്ക് കയറിപ്പോയി. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും കാട്ടിലുള്ള ആമയുടെ സൗണ്ട് കേട്ട് അവനവിടെ നല്ല സന്തോഷത്തിലാണെന്ന് ഹാനയ്ക്ക് മനസ്സിലാവും. അതുപോലെ യൂക്കി അവളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന ഹാനയ്ക്ക് കൂട്ടായിട്ട് ആമയുടെ ശബ്ദവും അവളുടെ പഴയ ഓർമ്മകളും മാത്രമേ ഉള്ളൂ. അവളുടെ ജീവിതത്തിൽ എത്രക്ക് പ്രതിസന്ധി ഘട്ടം വന്നിട്ടും അതിലൊന്നും തളരാതെ ഹാന മുന്നോട്ട് പോയി. സ്വന്തം മക്കളെ ഒന്നും ചീത്ത പോലും പറയാതെ ഒന്നും തല്ലാതെ വളർത്തി കൊണ്ടുവന്നു. വലുതാവുന്ന അവർക്ക് അവരുടെ ഇഷ്ടം എന്താണോ അതിനുവേണ്ടി പോവാൻ ഹാന സമ്മതിച്ചു. ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള അളവിൽ കവിഞ്ഞ സ്നേഹവും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ നിൽക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനസ്സാണ്. സോ ഇന്നത്തെ ഈ ഒരു മൂവി ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ എന്തായാലും ഇത് കണ്ടിരിക്കണം. അത്രയും മനോഹരമായിട്ട് അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലുള്ള ഓരോ ഫ്രെയിമും അതിമനോഹരമായിരുന്നു. അവർ ഓരോ ക്യാരക്ടേഴ്സിനും അധികം ടെക്സ്ചർ ഒന്നും കൊടുക്കാതെ എന്നാൽ ആ ഫിലിമിന്റെ ഭംഗി കളയാതെ ഈ മൂവിയുടെ ഫീല് നിലനിർത്തി. അതുകൊണ്ട് മൂവി കാണാത്തവരൊക്കെ പെട്ടെന്ന് പോയിട്ട് മൂവി കാണാം. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ മൂവി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നത്തെ എന്റെ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. നിങ്ങൾക്ക് ഈ മൂവിയെ പറ്റി എന്തൊക്കെ തോന്നിയാലും അത് കമന്റ് ആയിട്ട് അറിയിക്കാം. അതിന് ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ മൂവി ലവേഴ്സ്, ഇറ്റ്സ് മീ മൂവി എക്സ്പോഷർ.